കോഴിക്കോട് കുറ്റിക്കാട്ടൂർ യതീംഖാന ഏറ്റെടുക്കലിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. യതീംഖാന മുൻ കമ്മിറ്റിയുടെ ഹർജിയാണ് തള്ളിയത്. കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്തിന് യതീംഖാന കൈമാറിയ വഖഫ് ബോർഡിന്റെ നടപടി സുപ്രീം കോടതി ശരിവച്ചു. ആവശ്യമെങ്കിൽ പുനഃപരിശോധന ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ആദ്യം എങ്ങനെയാണ് ഈ കേസ് സുപ്രീം കോടതി വരെ എത്തുന്നത്? ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് ഇടപെടൽ എങ്ങനെയായിരുന്നു? 1987 കുറ്റിക്കാട്ടൂരിൽ മുസ്ലിം ജമാഅത്ത് അവിടെ ഒരു യതീംഖാന സ്ഥാപിക്കുന്നത്. 1987 സ്ഥാപിക്കുന്നത്. ഇത് 99 കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മിറ്റി മുസ്ലിം ജമാഅത്തിൻ്റെ കമ്മിറ്റി ഞങ്ങൾ അറിയാതെ വെച്ചാൽ അന്നത്തെ നിലവിലെ കമ്മിറ്റി പൊതുവെ അറിയാതെ ഈ ഒരു വഖഫ് സ്വത്തിനെ ഒരു പുതിയൊരു യതീംഖാന കമ്മിറ്റിക്ക് കൈമാറുകയായിരുന്നു. പിന്നീടാണ് മാറി വന്ന ജമാഅത്ത് കമ്മിറ്റി തിരിച്ചറിയുകയും ഇതിനെ തുടർന്ന് വഖഫ് ബോർഡിൽ ഇതിൻ്റെ നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിൻ്റെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഏറ്റവും അവസാനം എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് വഖഫ് ബോർഡ് മുസ്ലിം ജമാഅത്തിന് തന്നെ ഈ യതീംഖാന കൈമാറിക്കൊണ്ട് തീരുമാനമെടുത്തത്. ഈ ഒരു കൈമാറ്റത്തിനെതിരെയാണ് നേരത്തെ വഖഫ് യതീംഖാന കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന യതീംഖാന കമ്മിറ്റി ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി തള്ളി. തുടർന്ന് വീണ്ടും സുപ്രീം കോടതിയെ കൂടി സമീപിച്ചു. അതായത് ഏറ്റെടുക്കൽ നിയമപരമല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയും ഈ ഒരു ഏറ്റെടുക്കൽ ശരിയാണ്, അതായത് വഖഫ് സ്വത്ത് മുസ്ലിം ജമാഅത്തിൻ്റെ തന്നെയാണ്, ഈ യതീംഖാന എന്ന് പറയുന്നത് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്തിൻ്റെ തന്നെയാണെന്ന് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതിയും ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി വിധിയിൽ ഇടപെടേണ്ട യാതൊരു കാരണവും കാണുന്നില്ല എന്നാണ് പറയുന്നത്. ആവശ്യമെങ്കിൽ പുനഃപരിശോധന ഹർജിയുമായി ഹൈക്കോടതിയിൽ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞതോടുകൂടി ഒരു പക്ഷേ സുപ്രീം കോടതി ഇത് ഫലത്തിൽ തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുസ്ലിം ജമാഅത്തിന് ഈ യതീംഖാന കൈമാറിയ വഖഫ് ബോർഡിൻ്റെ നടപടി ശരിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ നിയമപോരാട്ടത്തിന് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വഖഫ് ബോർഡിൻ്റെയും അല്ലെങ്കിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുരക്ഷയോടുകൂടി തന്നെ മുസ്ലിം ജമാഅത്ത് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് ഈ യതീംഖാന ഏറ്റെടുക്കൽ അല്ലെങ്കിൽ നടപടികൾ ഏറ്റെടുക്കുകയും ഇപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേറെ നിയമ തടസ്സങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാം. എന്തായാലും മുൻ യതീംഖാന കമ്മിറ്റി അവരുടെ എല്ലാ അവകാശവാദങ്ങളും സുപ്രീം കോടതിയിലും അല്ലെങ്കിൽ തള്ളപ്പെട്ടിരിക്കുകയാണ്. ശരി, മുഹമ്മദ് അസ്ലമാണ് കോഴിക്കോട്ട് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.